ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AJ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിച്ച് നമ്മുടെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ് പാട്രിയറ്റ്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ്. ഇന്നലെ മമ്മൂക്കയുടെ ഒഫീഷ്യൽ പേജിൽ പാട്രിയറ്റിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ വന്നായിരുന്നു. ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു. എന്തായാലും നിരാശപ്പെടുത്താത്ത ഒരു പോസ്റ്റർ തന്നെയാണ് സെക്കൻഡ് ലുക്ക് വന്നിരിക്കുന്നത്. കിഡു സാധനമാണ്. തിയേറ്ററിൽ പൂരപ്പറമ്പാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് അവർ പുറത്ത് വിട്ടിരിക്കുന്നത്. സിനിമയുടെ പ്രൊമോഷൻ വളരെ മോശമാണ്. പ്രൊമോഷൻ ഒന്നും ഇല്ല. കാരണം വരുന്ന ഏപ്രിൽ 23 സിനിമ എത്തുന്നത്. പക്ഷേ പ്രൊമോഷനൊക്കെ വലിയ ശോകമായിട്ടാണ് ഇതിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് വേറെ ലെവലായിട്ടാണ്. കാരണം മമ്മൂക്ക, ലാലേട്ടൻ്റെ ആരാധകർ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് ഈ സിനിമയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ലുക്ക് വന്നിരിക്കുന്നത്. കിഡു സാധനമാണ്, ഒരു രക്ഷയില്ല. ഒരു മഹേന്ദ്ര കാറിനകത്ത് നമ്മുടെ സൺറൂഫ് തുറന്നിട്ട് ലാലേട്ടൻ ഒരു മിഷ്യൻ കണ്ടം പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം. മമ്മൂക്ക ഡോറ് തുറന്ന് ആ ഗ്ലാസിൻ്റെ അകത്തൂടെ ഷൂട്ട് ചെയ്യുന്ന ഒരു രംഗമാണ് കൊടുത്തിരിക്കുന്നത്. കിട്ടില്ല സാധനമാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് വണ്ടി ഓടിക്കുന്ന നമ്മുടെ ചാക്കോച്ചനാണ്. പ്രതീക്ഷകൾ വാനോളം തരുന്ന തരത്തിലുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ ഈ സിനിമയുടേതായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടീസർ നേരത്തെ വന്നിരുന്നു. അതിനകത്ത് ആ ഫൈറ്റ് രംഗങ്ങളൊക്കെ കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും മഹേഷ് നാരായണൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ മഹേഷ് നാരായണൻ പറഞ്ഞ പോലെ ഈ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണല്ലോ നമ്മുടെ മമ്മൂക്കായി ലാലേട്ടൻ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റർ കാണുമ്പോഴത്തേക്ക് തോന്നുന്നത്. കിഡിലൻ ഐറ്റം കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. ഗംഭീര സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും പൊളിച്ചടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്താണെങ്കിലും പാട്രിയറ്റിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നൈസ് സാധനമാണ്, തീ ഐറ്റമാണ്. സംഭവം കൊള്ളാം, പൊളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഇറങ്ങാനുണ്ട്, അതുപോലെ തന്നെ ട്രailer വരാനുണ്ട്. അപ്പോൾ ട്രailer വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം സിനിമയുടെ ഒരു ചെറിയൊരു രൂപം നമുക്ക് പിടിയിട്ടു. എന്തായാലും ടീസർ നൈസായിരുന്നു. സംഭവം നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ രണ്ടുപേരെയും ടീസറിനകത്ത് കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ ഒരു മിലിറ്ററി ഓഫീസറുടെ വേഷത്തിലെത്തുന്നു. മമ്മൂക്ക മിക്കവാറും എക്സ് മിലിറ്ററി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ റോളായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അസർബൈജാൻ, അതുപോലെ തന്നെ UK, ദുബൈ അങ്ങനെ പല വിദേശ രാജ്യങ്ങളിലോട്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം നമുക്ക് ഇതിൻ്റെ ഡബ്ബിങ് പൂർത്തിയാക്കി പുറത്തേക്കൊക്കെ വരുന്നത് കിട്ടില്ല സംഭവം വരുന്നത്. ആ വന്നിറങ്ങുന്ന ആ ഒരു ലുക്കൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. ഒരു രക്ഷ കാത്തിരിക്കുന്നു. ഏപ്രിൽ 23 തിയേറ്റർ പൊളിച്ചെടുക്കാനായിട്ടുള്ള സംഭവമായിരിക്കും സിനിമ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാട്രിയോട്ടിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സുശീൽ ശ്യാമാണ് സംഗീതം, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. അപ്പം രണ്ടുപേരെയും കാണിക്കുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എത്രത്തോളം മികച്ചു നിൽക്കുന്നു അത്രത്തോളം സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് വരും. സുശീൽ ശ്യാം ആയതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുണ്ട് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. കാരണം മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം മുടക്കി എടുക്കുന്ന ഒരു സിനിമയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്, മൾട്ടി സ്റ്റാർ ചിത്രമാണ്. 2020 എന്ന സിനിമയ്ക്ക് ശേഷമാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളെല്ലാവരും ഒന്നിക്കുന്ന ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഫഹദ് ഫാസിൽ വില്ലനായിട്ട് ആണെന്നൊക്കെ ഉള്ളൊരു റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി ഓരോ ക്യാരക്ടർ ബേസ് പോസ്റ്ററുകളൊക്കെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ വരും ദിവസങ്ങളിലായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ പാട്രിയോട്ടിൻ്റെ ഈ ഒരു പോസ്റ്റർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.